സുരേഷ് ചേട്ടനൊപ്പം തന്നെയാണ്. ഈ സുരേഷ് ചേട്ടനൊപ്പം തന്നെ എന്ന് പറയുമ്പം ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറിനൊപ്പം തന്നെയാണ്. പക്ഷേ അങ്ങ് സുരേഷ് കുമാർ ഇപ്പൊ അല്ല കൃത്യമായിട്ട് പറയുന്നതിനകത്ത് ആന്റണി പെരുമ്പാവൂർ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിർമ്മാതാക്കളുടെ സംഘടന വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പുറത്തു പോയി പറഞ്ഞത് അനുചിതമായി പോയി എന്ന വാക്കുകൾ. അല്ല, അത് കറക്റ്റാണ്. അതിൻ്റെ അകത്ത് ഇപ്പം ഒരു പക്ഷേ ഞാനും അതിൻ്റെ അകത്ത് സംഘടനയിലുള്ള ഒരാളല്ലേ. അപ്പോൾ ആ സംഘടനയുടെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ട്രഷറർ എന്നുള്ള രീതിയിൽ ഒരു അംഗത്തിൻ്റെ ഒരു കാര്യം ഞാൻ പോയി ഒരു പ്രസ് മീറ്റിൽ ഇവൻ പറയുമ്പോൾ ഒരു വ്യക്തിപരമായിട്ട് ഇപ്പം ഇവൻ പറയുമ്പോൾ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ഇപ്പം ഇവന് ഇരിക്കാം. അത്ര മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അതിൻ്റെ അകത്തൊരു ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന സംസാരിച്ച് തീർക്കേണ്ട വിഷയമായിരുന്നു ഇതെന്നുള്ളത്. അങ്ങനെ ഒരു അംഗത്തിന്റെ ഒരു സിനിമയെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അല്ല, അങ്ങനെയല്ല. ആ അംഗത്തിന് വേണ്ടിയിട്ട് ആ അംഗത്തിന്റെ പ്രശ്നം മാത്രം പറയുന്ന ഒരു പത്രസമ്മേളനം അല്ലായിരുന്നു അത്. ആക്ച്വലി ഒരു സംയുക്ത മീറ്റിംഗിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത്, ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കാഷ്വലായിട്ട് ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പുള്ളി അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ആന്റണി പെരുമ്പാവൂരിന്റെ ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേറൊരു ഓൺലൈനിൽ കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആന്റണി പെരുമ്പാവൂർ ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആന്റണി പെരുമ്പാവൂരിന് ഈ പ്രശ്നമുണ്ടായപ്പോൾ ഞായറാഴ്ച എന്ന ദിവസം ലിസ്റ്റിന് ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ചു. ആന്റണി പെരുമ്പാവൂർ വിളിച്ചിരുന്നു, ഇല്ലേ? അസോസിയേഷൻ ഉള്ളവരെ വിളിച്ചിരുന്നു. അന്നും ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടത് എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്, അത് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചോദ്യം ഉന്നയിച്ചു. അന്ന് അസോസിയേഷനിലുള്ള മറുപടി ആന്റണി പെരുമ്പാവൂർ നൽകിയത് അതൊരു തിരുത്ത് നൽകാം എന്ന് ആന്റണി പെരുമ്പാവൂർ നൽകി എന്നുള്ള കാര്യത്തിൽ യാതൊരു ലിസ്റ്റിനില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഈ വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് പോലും എഴുതി ചേർക്കാതെ ഇരിക്കാനുള്ള ഒരു കാരണം എന്താണ്? ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ് അക്കമിട്ട് ചോദിച്ച ഒരു കാര്യമാണത്. എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ സുരേഷ് കുമാറിന് എന്താണ് അധികാരം? അത് സുരേഷ് കുമാറിന് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയാണോ? അത് അല്ല എന്നും അതേ എന്നും ആ വാർത്താക്കുറിപ്പിൽ ഇറക്കിയിട്ടില്ല. അതാണ് വീണ്ടും ഇന്നലെ മോഹൻലാൽ ഉൾപ്പെടെ എടുത്ത് ഷെയർ ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. വളരെ കറക്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു സിനിമയുടെ ഒരു കാര്യം ഒരു അസോസിയേഷൻ അങ്ങനെ വേണേൽ പറയേണ്ട കാര്യമായിട്ടില്ല. പക്ഷെ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മാസത്തിൽ കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിങ്ങൾ ഇത് അറിയണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം, ആർട്ടിസ്റ്റ് ഇത്രയൊക്കെയാണ് വാങ്ങുന്നത്, ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് മറ്റുള്ളവരോട് അറിയണം. അല്ലാണ്ട് പൊതുജനം അറിഞ്ഞിട്ട് പൊതുജനം ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലല്ല നമ്മളിത് പുറത്തേക്ക് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തല്ലോ. അപ്പം ഈ പല നിർമ്മാതാക്കളും പുതിയതായിട്ട് വരുമ്പോഴത്തേനും ഈ റെമ്യൂണറേഷൻ കൂടുതൽ കൊടുക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസൻ്റ്ലി നിർമ്മിക്കുന്ന നിർമ്മാതാക്കളും അത് അഫക്റ്റ് ആവുകയാണ്. അപ്പോൾ പല നിർമ്മാതാക്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ ഇത് പബ്ലിഷ് ചെയ്തത്. അല്ലാണ്ട് സുരേഷ് ഏട്ടൻ്റെ ഒരു പേഴ്സണൽ ഇൻറ്റൻഷൻ അല്ല ഓക്കെ ഇതെല്ലാം കൂടെ പബ്ലിഷ് ചെയ്തേക്കാം. ജനുവരിയിൽ ഒരു പടം അല്ലല്ലോ പബ്ലിഷ് ചെയ്തത്, ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമകളാണ് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ അകത്ത് ഒരു സിനിമകളും വിട്ടിട്ടില്ല. അതിൻ്റെ അകത്ത് 1 ലക്ഷം രൂപ പോലും കളക്ട് ആവാത്ത സിനിമകളെല്ലാം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ആന്റണി പെരുമ്പാവൂരിന്റെ എമ്പുരാനുമായി ബന്ധപ്പെട്ട് 141 കോടി രൂപ മുതൽ മുടക്കുണ്ട്. അത് ആന്റണി പെരുമ്പാവൂര് സുരേഷ് കുമാറിന്റെ പറഞ്ഞു. സുരേഷ് കുമാർ ഒരു ഓൺലൈനിൽ നടത്തിയ ഇന്റർവ്യൂ പറയുന്നത് അത് വലിയ ചർച്ചയായി. അത് പറഞ്ഞപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ കത്തിൽ കറക്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അതിന് സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അസോസിയേഷൻ, ഇല്ലെങ്കിൽ അതിനൊരു മറുപടി എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കത്തില് ആ ഒരു പോയിന്റ് നിങ്ങൾ ഉൾപ്പെടുത്താമെന്നാണ് വീണ്ടും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല സമ്മതിച്ചു. അത് പറഞ്ഞതിൽ അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് നടത്തേണ്ട ഒരാൾ എന്നുള്ള രീതിയിലും സുരേഷ് കുമാർ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലും പുള്ളിക്ക് അതൊരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം അതൊരു ബിസിനസ് നടത്താത്തൊരു സിനിമയാണ്. ഞാൻ എന്തിനാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് നടത്തിയ ഇറങ്ങിക്കഴിഞ്ഞ സിനിമകളെ പറ്റി ആയിരുന്നു പറഞ്ഞത്. ഇറങ്ങാൻ പോകുന്ന സിനിമയെ പറ്റി എന്തോ അല്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ടോക്കുകൾ എല്ലാവരും ഒക്കെ ആയിട്ട് നടത്താറുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ അത് ഒരു പക്ഷേ പുള്ളിക്ക് അത് പറയേണ്ട കാര്യമില്ലായിരുന്നു ആ ഇതില്. കാരണം അതൊരു ഇറങ്ങാത്ത സിനിമയാണ്, ബിസിനസ് നടത്താത്തൊരു സിനിമയാണ്. പിന്നെ ഇവരെല്ലാം നല്ല ഫ്രണ്ട്സ്. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഇത് സംഘടനയെ പറയാതെ ഫേസ്ബുക്കിൽ എഴുതിയിട്ട് തെറ്റായ നടപടിയല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ പുള്ളിയുടെ അദ്ദേഹത്തിന്റെ ഒരു വിഷമം ഇവൻ അറിയിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇവർ തമ്മിൽ നല്ല തിക് ഫ്രണ്ട്സാണ്. ലാലേട്ടനായിക്കോട്ടെ, സുരേഷ് ഏട്ടനായിക്കോട്ടെ, ആന്റണി ചേട്ടനായിക്കോട്ടെ, എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. അതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഒരു കാര്യം വന്നു, പക്ഷെ അതൊരു പബ്ലിക് ഫോറത്തിൽ കൂടെ വന്നു പോയി, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ കൂടി അത് പറഞ്ഞു, വേറൊരാൾ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു പോസ്റ്റ് ഇട്ടു.
നിങ്ങൾ പ്രതികരിച്ച സംഘടന തന്നെ ആന്റി പെരുമ്പാവൂരിന്റെ നിലപാട് തള്ളിക്കൊടുന്ന വാർത്താക്കുറിപ്പായി. പിന്നെ ഇന്നിപ്പോ നിങ്ങൾ പോയി പറഞ്ഞ വാദം എന്താണെന്ന് മനസ്സിലാവും. എങ്ങനെ ഇന്നലെ കൃത്യമായിട്ട് ആന്റി പെരുമ്പാവൂർ നിലപാട് തള്ളിക്കൊണ്ട് പറഞ്ഞതാണ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അനുചിതമായിപ്പോയി, പുറത്തു പോകാൻ അനുചിതമായിപ്പോയി എന്ന് പറയാൻ നിലപാട് തള്ളി. അല്ല തീർച്ചയായിട്ടും ഒരു സംഘടന എന്നുള്ള ഒരു നിലയ്ക്ക് അങ്ങനെ ഒരു ലെറ്റർ എഴുതണല്ലോ. കാരണം അതിൻ്റെ അകത്ത് ഒരു മെമ്പർ കാട്ടി, ഇപ്പൊ ഞാൻ ചെയ്തിട്ട് അമ്മ അസോസിയേഷനിൽ അല്ല, ഞാൻ ഇവരോട് രണ്ടുപേരോടും സംസാരിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ്, ഞാൻ അസോസിയേഷന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു തുടങ്ങുന്നത് ഒരു സമര പ്രഖ്യാപനത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. മറ്റു സംഘടനകളുടെ സമ്മർദ്ദം മൂലമാണെന്ന് പറയുന്നുണ്ട്. ലിസ്റ്റിൽ കൂടി പങ്കെടുത്ത യോഗത്തിന് ശേഷമല്ല ഒരു സമര പ്രഖ്യാപനം നടത്തുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, നമ്മളൊരു സമരം എന്ന് പറയുന്നത് നാളെ മുതൽ എന്ന് പറയുവാണെങ്കിൽ ഓക്കെയാണ്, അതാണ് ഒരു സമരം. ഒരു ജൂൺ മുതൽ ആരംഭിക്കാൻ പോകുന്ന ഒരു സമരം എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എത്രയോ ചർച്ചകൾ നടക്കും. പറഞ്ഞു മനസ്സിലായി. നമ്മൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് പോവാന്ന് പറയുമ്പോൾ സ്റ്റീഫൻ ഇതുവരെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവസാനം പറഞ്ഞ ആ വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അതുവരെ പറഞ്ഞിരുന്നത് നേരത്തെ സുരേഷ് കുമാറും ശേഷം സിയാദ് കോക്കർ ഉൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികൾ വാദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോഴാണ് ആ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ജൂണിൽ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ് ആ സമരം. അതിലേക്ക് ഇനിയും സമയമുണ്ട്, ചർച്ചയ്ക്കുള്ള സാധ്യതകളുണ്ട്. ആ ചർച്ച നടക്കട്ടെ എന്ന രീതിയിലാണ് ലിസ്റ്റിന് അത് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സമരത്തിലേക്ക് എന്നുള്ളത് വെറുതെ ഒന്ന് ഇട്ടുനോക്കിയ കാര്യമായിട്ട് തന്നെയാണ് ലിസ്റ്റിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്.